സമകാലീന മലയാള സിനിമയിലെ ഏറ്റവും തിരക്കേറിയ പോസ്റ്റർ ഡിസൈനേഴ്സിൽ ഒരാളായ കോളിൻസ് ലിയോ ഫിലിമത്ത് അല്പസമയം. സിനിമ ആരംഭിച്ച കാലം മുതൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ടിരുന്നത് പരസ്യകലാകാരന്മാരാണ്. അവരതിന് കാലാകാലങ്ങളിൽ പുതിയ സാങ്കേതികതയും പുതിയ വിദ്യകളും എല്ലാം കണ്ടെത്തിക്കൊണ്ടിരുന്നു. എസ് എ നായർക്കും പി എൻ മേനോനും ശേഷം കിത്തോയും ആർ കെയും കുര്യൻ വർണ്ണശാലയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പുതിയ കാലഘട്ടം ആരംഭിക്കുന്നത് ഗായത്രി അശോകൻ, സാബു കൊളോണിയ തുടങ്ങിയവരിലൂടെയാണ്. പിന്നീട് ദീർഘകാലം അവർ രണ്ടുപേരുമായിരുന്നു മലയാള സിനിമയിലെ പരസ്യകലാ രംഗം അടക്കി വാണിരുന്നത്. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് പുതിയ തലമുറ രംഗത്തെത്തുന്നത്. പുതിയ തലമുറയിലെ ഏറ്റവും ശ്രദ്ധേയനായ പരസ്യകലാകാരൻ കോളിൻസ് ലിയോ ഫിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. കോളിൻസ് സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പോൾ ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 9 വർഷമായി. ആദ്യത്തെ സിനിമ ഏതായിരുന്നു? കുബേരൻ. കുബേരൻ എന്നുള്ള പേര് തുടക്കം മറം പറ്റിയെന്ന് തോന്നുന്നു. സിനിമകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഒരു കുബേരനായിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ. എന്തായിരുന്നു ആദ്യം ഈ ഇൻഡിപെൻഡൻ്റ് ഇത് ചെയ്യുന്നതിന് മുമ്പ്, തുടങ്ങുന്നതിന് മുൻപ് ആരുടെ കൂടെ എങ്കിലും വർക്ക് ചെയ്തിരുന്നു? ഞാൻ ഹരിത എന്ന് പറഞ്ഞ സ്ഥാപനത്തിലായിരുന്നു വർക്ക് ചെയ്തത്. അതെ അതെ. നന്നേ ചെറുപ്പത്തിൽ തന്നെ ഈ ഫീൽഡിലേക്ക് വരാനായിട്ട് വളരെയധികം എങ്ങനെ എത്തണം എന്നുള്ളത് അറിയില്ലായിരുന്നു. അന്നേരം ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഓരോ പോസ്റ്റേഴ്സും എല്ലാം വാച്ച് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ആഗ്രഹങ്ങൾ ആണ് എന്നെ ഇവിടം വരെ എത്തിക്കാനായിട്ട് കൂടുതൽ സഹായിച്ചത്. എന്തെങ്കിലും വരയ്ക്കുമായിരുന്നു? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കോഴ്സുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആഗ്രഹങ്ങൾ മാത്രമാണ് എൻ്റെ കോഴ്സ്. അപ്പോൾ നേരെ ഹരിതയിൽ ജോയിൻ ചെയ്യായിരുന്നു? ഹരിതയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബ്രദറായിരുന്നു അവിടെ അത് നടത്തിക്കൊണ്ടിരുന്നത് വെച്ച്. അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലുന്നതും അവിടെ നിന്നാണ് എൻ്റെ ബാലപാഠങ്ങളെല്ലാം പഠിക്കാൻ തുടങ്ങിയതെല്ലാം അവിടെ നിന്ന്. കുബേറിന് ശേഷം ചെയ്ത പ്രധാനപ്പെട്ട സിനിമകൾ ഏതൊക്കെ? കുബേറിന് ശേഷം പിന്നെ ലോങ് ഗ്യാപ്പായിരുന്നു. പിന്നീട് എൻ്റെ സുഹൃത്തുക്കളുടെ പടങ്ങളാണ് ചെയ്യാൻ തുടങ്ങുന്നത്. വിനോദ് വിജയൻ്റെ കൊട്ടേഷൻ, നവംബർ റെയിൻ, വിനു ജോസഫിൻ്റെ. അതിനുശേഷം പിന്നെ അങ്ങോട്ട് പടങ്ങൾ അത്രയ്ക്ക് സക്സസ് ആകാത്തതുകൊണ്ട് ഞാനും സക്സസ് ആയില്ല. പിന്നെ എൻ്റെ കൂടെ പഠിച്ച അൻവർ റഷീദിൻ്റെ ചോട്ടോമ്പയിലൂടെയാണ് പിന്നീട് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുന്നത്. ശരിക്കും പലപ്പോഴും നമ്മളുടെ ഈ പ്രോഗ്രാമിലേക്ക് ആളുകൾ എഴുതി ചോദിക്കാറുള്ള കാര്യങ്ങളാണ്, ഇത് എവിടെ പോയിട്ട് പഠിക്കാം. അപ്പോൾ ശരിക്കും ഉള്ളിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ള ആൾക്ക് ഒരു ഒഫീഷ്യലായിട്ടുള്ള പഠനം ആവശ്യമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് കോളിൻസ് അല്ലേ? അങ്ങനെ ബേസിക് ആയിട്ടെല്ലാം പഠിക്കുന്നത് നല്ലതാണ്. പക്ഷേ ചെറുപ്പകാലം മുതൽ തന്നെ ഞാൻ എൻ്റെ സ്കൂളിൽ എഴുതുമ്പോൾ ഈ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ടിൽ എഴുതുമ്പോൾ ഈ സിനിമ ടൈറ്റിൽ എഴുതുന്ന പോലെ തന്നെ എഴുതുന്നത്. സ്കൂളിൻ്റെ പേര് ആദ്യം, അതായത് നമ്മുടെ സിനിമയുടെ ബാനർ എഴുതുന്നത് പോലെ. സബ്ജക്റ്റ് ഏതാണോ, മാത്തമെറ്റിക്സ് ആണെങ്കിൽ സിനിമയുടെ ടൈറ്റിൽ പോലെ എൻ്റെ പേര്, ഡയറക്ടറിൻ്റെ ആ ഒരു ക്രെഡിറ്റ്സ് ഒക്കെ വെക്കുന്ന രീതിയിൽ പണ്ടേ മുതൽക്ക് തന്നെ ഞാൻ ഒരു ഫോളോഅപ്പ് ചെയ്യുമായിരുന്നു. എന്നിട്ട് എൻ്റെ ഒരു മാതൃക ഒരു മനസ്സിലുള്ള ഗുരു എന്ന് പറഞ്ഞാൽ ഗായത്രി അശോകനാണ്. പുള്ളിയുടെ ആ ഒരു ലേഔട്ടിൻ്റെയൊക്കെ ആ ഒരു ഭംഗിയും ആ ഒരു കണ്ടുപഠിച്ചാണ് ശരിക്കും അശോകൻ ചേട്ടൻ തന്നെയാണ് ഒരു മാനസിക ഗുരു. സിനിമയിൽ വന്ന സമയത്ത് ഇപ്പോൾ ഒരു കുബേരൻ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചോട്ടാ മുംബൈയിലേക്ക് എത്തുമ്പോൾ ആ ഒരു ഇടവേള ഉണ്ടല്ലോ, ആ ഇടവേളയിൽ എന്തായിരുന്നു? ഹരിതയിൽ തന്നെ വർക്ക് ചെയ്തോ? പിന്നെ ഇല്ല, എനിക്ക് സ്വന്തം സ്ഥാപനം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ആ ടൈമിലാണ് ഷെഹനാസ് ഗ്രൂപ്പിൻ്റെ ഒരു ഇംഗ്ലീഷ് ഫിലിംസ് കുറേ ചെയ്തിരുന്നു. അവരായിരുന്നു ഓൾ കേരള എടുത്തിരുന്നത് വെച്ചത്. അവരുടെ ഇംഗ്ലീഷ് ഫിലിംസ് കംപ്ലീറ്റ് അവരുടെ വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഓഡിയോ, വീഡിയോ, അതിൻ്റെ എല്ലാം വർക്കുകളെല്ലാം ചെയ്യുമായിരുന്നു. ഡിസൈൻസ്, പിന്നെ കോപ്പറേറ്റീവ് കമ്പനീസിൻ്റെ കുറേ വർക്കുകളുണ്ട്, അത് ചെയ്യുമായിരുന്നു. പിന്നീട് ഷെഹനാസ് ഗ്രൂപ്പാണ് എന്നെ ഇൻഡിപെൻഡൻ്റ് ആക്കുന്നതും എൻ്റെ ഈ ഒരു കുബേർ എന്ന സിനിമയിലേക്ക് എന്നെ കൊണ്ടുവരുന്നതും.